ഞാൻ അസ്ബഹാ നസ്രീൻ. ഞാൻ ഐഫർ എഡ്യൂക്കേഷനിലെ പേപ്പർ 1-ൻ്റെ മെൻറ്ററാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അഞ്ജലി രാജീവ്. 2023 ഡിസംബർ സൈക്കിളിലുള്ള എൻവയോൺമെൻറ്റൽ സയൻസിൽ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ, ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്ന്. അപ്പോൾ അഞ്ജലിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ നെറ്റിൻ്റെ ജേർണിയിൽ ഐഫർ എഡ്യൂക്കേഷനും അനീസ്ഖാനെയാണ് നമ്മൾ ഐഫർ എഡ്യൂക്കേഷനിൽ പറയുന്നത്. എങ്ങനെയാണ് അഞ്ജലിക്ക് ഹെൽപ്പ് ആയത് എന്നുള്ളതൊന്ന് പറയുമോ? ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു നാഷണൽ ലെവൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതാണ് ഈ UGC നെറ്റ് എക്സാം. ചെറുപ്പം തൊട്ടേയിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ടീച്ചിങ് ഫീൽഡ് പോകണമെന്ന്. അപ്പം PG കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നെറ്റെങ്കിലും എനിക്ക് ക്രാക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് ഉള്ളിൽ വെച്ചിട്ട് എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, അത് വേണമെന്നില്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നിയത്, അമ്മയാണ് എനിക്ക് ഐഫറിനെ കുറിച്ച് കൂടുതൽ എനിക്ക് വേണ്ടി എല്ലാം പറഞ്ഞൊരു അന്വേഷിക്കുകയെല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ അച്ഛനോടും ചോദിച്ചു, എല്ലാവർക്കും താല്പര്യം തന്നെയാണ് ഒന്നിൽ ചേരണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഐഫറിൽ ചേരുവാണ് ചെയ്തത്. പക്ഷെ ഞാൻ വിചാരിച്ച എൻ്റെ ഉള്ളിലുണ്ടായ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ ഉള്ളിലൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. പക്ഷെ അതിനെല്ലാം മാറ്റിക്കൊണ്ടാണ് എനിക്ക് ഐഫറിന് തിരിച്ചു കിട്ടിയ ആ ഒരു റിസൾട്ട് എന്ന് വെച്ചാൽ. കാരണം ഫസ്റ്റ് ഇപ്പോൾ മാം എന്നെ ഏത് സമയത്തും ഫസ്റ്റ് എനിക്കൊരു കോണ്ടാക്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. അറിയാത്ത ഒരാളെ നേരിട്ട് കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ മാക്സിമം കോണ്ടാക്ട് ചെയ്തിരുന്നു, ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു എല്ലാ കാര്യത്തിനും. അപ്പോൾ എനിക്ക് മാം തന്ന സപ്പോർട്ട് വളരെ വലിയൊരു കാര്യമാണ്. എൻ്റെ ഉള്ളിലെ ആ ഒരു കോൺഫിഡൻസും ഈ ഒരു നെറ്റ് ജേണി എന്ന് പറയുന്നത് വെരി ലോങ് ടഫ് പ്രോസസ്സല്ല, അതൊരു ഈസി, നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് മാമിൻ്റെ ആ സപ്പോർട്ട് കൊണ്ടാണ്. പിന്നെ അനീസാനെ കുറിച്ച് എനിക്ക് എന്താ പറയുക, ഒരു മാജിക്കലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അനീസാൻ്റെ എൻ്റെ ടീം. കാരണം എൻ്റെ ഉള്ളിൽ എന്ത് ഡിഫിക്കൽട്ടി എനിക്ക് തോന്നുന്നോ അതിൻ്റെ ഉത്തരമായിരിക്കും സാർ ഓരോ ലൈവ് ക്ലാസ്സിനെയും നമ്മളോട് പറയുന്നുണ്ടാവുക. നമ്മൾ ചോദിക്കാതെ തന്നെ സാറിന് അത് തിരിയും. നമ്മൾ ഓരോ കുട്ടികളെയും മൈൻഡിൽ എന്നാ നടന്നുകൊണ്ടിരിക്കുന്നത് സാറിന് മനസ്സിലാവും. സാർ ഇപ്പോൾ ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്ന വരെ മാത്രമേ നമുക്ക് സപ്പോർട്ട് ഉണ്ടാവൂ, അതിന് ശേഷമുള്ള കാര്യം ആരും ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് കിട്ടിയ, ഞാൻ എക്സാം അന്നൊക്കെ ഭയങ്കര ടഫ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഡള്ളായിരുന്ന ആ ടൈമിൽ എനിക്കൊരു ഷോർട്ട് വീഡിയോ സാർ തന്നെ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ അനീസ് സാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട സമയത്ത് സാർ അതിൽ പറയുന്നത്, ഇന്നത്തെ എക്സാം കഴിഞ്ഞ എല്ലാ കുട്ടികളും മൈൻഡിൽ ഇപ്പോൾ ഒന്നും എഴുതിയിട്ടില്ല, ബ്ലാങ്ക് ആയിരിക്കും, ഒന്നും ക്രാക്ക് ചെയ്യാൻ പോകുന്നില്ല, അങ്ങനത്തെ ഒരു ഇതാണ് JRF കിട്ടിയ കുട്ടിക്കും ഉണ്ടാവാറെന്ന് സാറ് പറഞ്ഞു. ആ ഒരു പോയിന്റ് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കും അതേ ഫീലാണ് ഉണ്ടായത്. അപ്പോൾ കിട്ടുന്നതിൻ്റെ പ്രതീക്ഷ സാറാണ് തന്നിട്ടുള്ളത്. പിന്നെ സാറപ്പ് കാണുമ്പോൾ നമ്മളോട് പറയും, എനിക്ക് ക്രാക്ക് ചെയ്താൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പൊരിച്ച ചിക്കൻ വാങ്ങിത്തരണം, അങ്ങനത്തെ പല കാര്യം പറഞ്ഞ് കോമഡി ആയിട്ട് നമ്മൾ ടെൻഷൻ ഫ്രീ ആക്കിയിട്ടാണ്, നമുക്ക് ഹാപ്പി ആയിട്ടാണ് ക്ലാസ്സുകൾ കൊണ്ടുവരുന്നത്. സാറ് വളരെ നല്ലൊരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് അതിലേക്ക് എത്താൻ വേണ്ടി പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ഈ ഒരു പ്രശ്നം എന്താ പറയുക, ഒരു ടെൻഷനും സ്ട്രെസ്സെല്ലാം ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു ടെൻഷൻ. പക്ഷേ അതിനെത്തിയതിന് ശേഷം എനിക്കൊരു എന്താ പറയുക, ഒരു നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയത്. അത് ഇമോഷണലി ആയാലും നമ്മളെ ഒരു ഹാപ്പിനെസ്, മെയിനായിട്ട് ഹാപ്പി, ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു ആ ഒരു കോമ്പറ്റീറ്റീവ് ആണെന്നേ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, ഒരു ഫീൽ ചെയ്തിട്ടില്ല. ഞാനൊരു നല്ലൊരു ഓഫ്ലൈനിൽ തോന്നുന്നു എനിക്ക് ഇത്രയധികം ഇൻ്ററാക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല നേരിട്ടിട്ട്, ഇപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. പക്ഷെ എൻ്റെ 6 മാസം ഞാനിങ്ങനെ അടുത്തറിയുന്ന ഒരു ഇത് കണക്കിയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഞാനൊരു ഭയങ്കര ഹാപ്പി എക്കോസിസ്റ്റം ആയിരുന്നു അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. അതെന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് നെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെനിക്ക് എൻ്റെ ടെൻഷൻ അതെല്ലാം വളരെയധികം കുറച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് കിട്ടിയത് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റി നെറ്റ്. നമുക്കറിയാം നെറ്റ് എക്സാം, ഇപ്പം ഞാൻ എൻവയോൺമെന്റൽ സയൻസ് തന്നെയായിരുന്നു എക്സാം എഴുതിയത്. അപ്പോൾ നമ്മളത് മുന്നേ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ നെറ്റ് എക്സാം എഴുതിയ സമയത്ത് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു എൻ്റെ മുന്നിൽ. ഇപ്പോൾ ഫാമിലി ആണെങ്കിലും വേറെ വർക്ക് ആണെങ്കിലും ഒക്കെ. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ഓർത്തിരിക്കുന്ന ഒരു ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്യൂറേഷൻ ഓഫ് ടൈം ഏതെങ്കിലും സമയത്ത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നോ? സ്ട്രഗ്ലിംഗ് എന്ന് പറയുന്ന ടൈമിൽ എനിക്ക് എന്താ പറയുക, എനിക്ക് റീൽസ് എടുക്കുക, ഡാൻസ്, അങ്ങനത്തെ ഡാൻസിനോട് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓരോ സ്ഥലത്ത് ഞാൻ പോയി ഡാൻസ് എടുക്കാം, അതിന് കുറച്ച് ടൈം എന്തായാലും വേണം. പ്രൊഫഷണൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനോട് എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോമ്പറ്റീറ്റീവ് കോച്ചിങ് ആകുമ്പോൾ നമ്മൾ അതിൽ തന്നെ ആയിപ്പോവോ, അങ്ങനെ ഒരു സ്ട്രഗിൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിൽ. പക്ഷേ അതൊന്നുമില്ല. ഞാൻ ഈ ഒരു പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെ
ആ ടൈം മാത്രം ഇതിന് മാറ്റി വെച്ചു. ബാക്കി ടൈം ഞാൻ ഈ എൻ്റെ ഡാൻസും കാര്യമെല്ലാം നോക്കിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ എനിക്ക് അങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഓഫ്ലൈൻ അങ്ങനെ ആണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ടൈം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതിപ്പോൾ ഇതും പഠിച്ച് ഇതിൻ്റെ ഒപ്പം തന്നെ അതും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഫാമിലി എങ്ങനെയായിരുന്നു ഇതിനകത്ത് നെറ്റിന്റെ ജേർണിയിൽ? എങ്ങനെയായിരുന്നു ഫാമിലിക്ക് ഉണ്ടായിരുന്ന സപ്പോർട്ട്? എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ട്. അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഡെയിലി എൻ്റെ അച്ഛനിപ്പോൾ എന്നോട് അത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പഠിക്കുന്ന ടൈം എന്നോട് അച്ഛൻ എപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എങ്ങനെയാണ് ഈ ഡെയിലി ടെസ്റ്റിൻ്റെ സ്കോർ എങ്ങനെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് സ്കോറൊന്നും ഉണ്ടായി, ഞാൻ ട്രാക്കിൽ എത്തിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് സ്കോർ വളരെയധികം കുറവാണ് ഉണ്ടായത്. അപ്പോൾ പിന്നീട് ഞാൻ നല്ലൊരു സ്കോർ എത്തിക്കാൻ കാരണം തന്നെ ഇത് ഉത്തരം അച്ഛനോട് പറയണമെന്നല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ കൂടുതലും പഠിച്ചിട്ടുണ്ടായത്. അതെന്നെ ട്രാക്കിൽ എത്തിക്കുകയും ചെയ്തു. അതിന് സപ്പോർട്ട് ചെയ്ത് മാം ഏറ്റവും കൂടുതൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിട്ടില്ല. മാം പറഞ്ഞ പോലെ കേട്ടു, ആ ട്രാക്ക് പോയി. പക്ഷെ പിന്നീട് എക്സാം ഹാളിൽ നിൽക്കുമ്പോൾ ആ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് ആ പഠിച്ച സാധനം അങ്ങനെ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ നെറ്റിൻ്റെ ഈ ഒരു സമയത്ത് അഞ്ജലി ഏതൊക്കെ സമയത്താണ് കുറച്ചും കൂടി സപ്പോർട്ട് വേണമെന്നോ അല്ലെങ്കിൽ ഇതല്ലായിരുന്നല്ലോ വേണ്ടതെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മൈൻഡ് മാറി അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ പൊതുവെ ഒരു ആവറേജ് കുട്ടി, അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻ്റലിജൻ്റ് അല്ല. അപ്പോൾ എന്നെ മാമും എല്ലാവരും അനീസാറ് എല്ലാവരും മോട്ടിവേഷൻ ചെയ്തു. ലൈവ് ക്ലാസ്സസ്, വീക്ക്ലി മെഗാ മോക്ക് ടെസ്റ്റ്, അങ്ങനെ പല പരിപാടിയും ഉണ്ടായിരുന്നു ലൈഫറിൻ്റെ ഭാഗമായിട്ട്. അതാണ് ഈ ട്രാക്കിലേക്ക് എത്തിച്ചത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്തിട്ടില്ല, അങ്ങനെ എക്സ്ട്രാ ഇത് വേണമെന്നില്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എക്സ്ട്രാ ടഫ് ഭാഗമുണ്ട് പേപ്പർ വണ്ണിലേക്ക് കിട്ടത്. ഇപ്പോൾ ലോജിക്കൽ റീസണിങ് ഫെല്ലസിൻ്റെ ഭാഗമല്ല എനിക്ക് കുറച്ച് ടഫായി തോന്നി. പക്ഷെ അത് ഞാൻ മാമിനോട് ഞാൻ ഏത് രാത്രിയും മെസ്സേജ് അയച്ചാൽ മാം അതിന് റിപ്ലൈ തരും, ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അതെനിക്ക് എക്സാമിനാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത്. അറ്റൻഡ് ചെയ്യാൻ പറ്റിയല്ലോ അങ്ങനെ. അപ്പോൾ അഞ്ജലി ഇപ്പം നെറ്റിന് വേണ്ടി മാത്രം ഇരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് JRF എത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഫുൾ ഡേ വീട്ടിലാണ്, പഠിത്തത്തിലാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ഫോണ്, ലാപ്ടോപ്പ് അങ്ങനത്തെ ഒക്കെ അവൈലബിൾ ആണ്. ആ സമയത്ത് അഞ്ജലിൻ്റെ റുട്ടീൻ എങ്ങനെയാണ് പോയിരുന്നത്? അപ്പോൾ ഫുള്ളി അവൈലബിൾ ആയിട്ട് നെറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു റുട്ടീൻ എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? ഞാൻ രാവിലെ ഒരു ദിവസം എണീക്കുമ്പോൾ തന്നെ ഞാൻ മൈൻഡിൽ വെക്കാറുണ്ട്, അതായത് ഇന്ന് ഇത്ര പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ മാം എനിക്ക് സ്റ്റഡി പ്ലാൻ എല്ലാം സെൻഡ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ വീക്കിലി വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എക്സ്ട്രാ എന്തെങ്കിലും എഫേർട്ട് ഇടുകയോ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി കുറച്ചുകൂടി എക്സ്ട്രാ പഠിക്കേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്? എക്സ്ട്രാ എന്ന് വെച്ചാൽ വേറെ എക്സ്ട്രാ ഒരു ബുക്കോ വേറെ എക്സ്ട്രാ ഒന്നും ഞാൻ റെഫർ ചെയ്തിട്ടില്ല. ഐഫറിന് തരുന്ന ആ ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. പിന്നെ ഒരു ലൈവ് ക്ലാസ് ഒന്നും ഞാൻ മിസ് ചെയ്തിട്ടില്ല ഇതുവരെ. എല്ലാ അറ്റൻഡ് ലൈവ് തന്നെയാണ് ഞാൻ കയറിയിട്ടുണ്ട്. അതിന്റെ റെക്കോർഡ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ ഈ ഒരു നെറ്റിന്റെ പഠിച്ച സമയത്ത് ഇപ്പോൾ ഐഫറാണ് മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇനി നമ്മുടെ കൂടെ ഇപ്പോൾ അഞ്ജലി എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ അഞ്ജലി JRFന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അഞ്ജലിൻ്റെ കൂടെ ഇനി ഒരുപാട് കുട്ടികൾ നമ്മൾ ആക്ടിവിറ്റി ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ആസ് എ വിന്നറാണ്, നമ്മൾ വിൻ ചെയ്ത് നിൽക്കുകയാണ്, നെറ്റ് ക്വാളിഫൈഡ് ഉണ്ട്, ഒരു ഹാഫ് പാത്ത് നമ്മൾ കഴിഞ്ഞു, ഇനി ഒരു ഹാഫ് പാത്ത് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് JRF കിട്ടാൻ പോകും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി പഠിക്കുന്ന സ്റ്റുഡൻസിനോട് എന്താണ്, ഫ്രണ്ട്സിനോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഞാൻ തന്നെ തുടങ്ങുന്ന ടൈമിൽ ആർക്കായാലും മൈൻഡിലുണ്ടാവും ഇതെനിക്ക് പറ്റൂല, ഇത് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, ഇൻ്റലിജൻ്റ് ആയ കുട്ടിക്ക് നാഷണൽ ലെവൽ എക്സാം കോമ്പീറ്റ് ചെയ്യാൻ പറ്റൂ, അങ്ങനെ പല കാര്യം എൻ്റെ മൈൻഡിൽ വന്നു. അതേപോലെ വരുന്ന എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഒരു മൈൻഡിൽ ഉണ്ടാവും അഡ്മിഷൻ എടുക്കുന്ന ടൈമിലായാലും ഈ കോച്ചിങ്ങിന് പോകുന്ന ഒരു ടൈമിൽ. പക്ഷേ എന്താ പറയുക, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളെ സക്സസ് ആണോ ആവുക ഫെയിലർ ആണോ അതൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കംപ്ലീറ്റ് നമുക്കൊരു ഗൈഡ് ഉണ്ടെങ്കിൽ, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീം, എൻ്റെ ടീം നമ്മൾ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരൊന്നിച്ച് തന്നെ ആ ജേർണിയിലേക്ക് പങ്കെടുക്കുക. പിന്നെ എന്താ നമ്മൾ നോക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല. നമ്മുടെ മൈൻഡിൽ വരുമായിരിക്കും, പക്ഷെ നമ്മൾ അത് സെൽഫ് മോട്ടിവേറ്റഡ് ആവുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഹാർഡ് വർക്കും ചെയ്യുക. ഇപ്പോൾ അഞ്ജലി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുന്നതാണ് ലോജിക്കൽ റീസണിങ്ങും ഫാലസി ഏരിയയും ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഭാഗം എങ്ങനെയാണ് ടാക്കിൾ ചെയ്ത് പഠിച്ചിട്ട് നെറ്റിലേക്ക് എത്തിച്ചത്? ആ ഭാഗം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ആ വീഡിയോ എല്ലാം കേട്ട് സാറിൻ്റെ ക്ലാസ് എന്നെല്ലാം കേട്ട് പിന്നെ മാം പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് ഞാനൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക ചെയ്തത്. സെൽഫ് നോട്ട് പ്രിപ്പയർ ചെയ്തു. അത് റിവൈസ് ചെയ്തുകൊണ്ടേ നിൽക്കും. ഡെയിലി രാവിലെ എനിക്ക് ഈ ഹാർഡായിട്ടുള്ള ഈ ഭാഗങ്ങളാണ് ഫസ്റ്റ് ഞാൻ റിവൈസ് ചെയ്യുക. അങ്ങനെ ചെയ്യും. പിന്നെ അതിൽ നിന്ന് വന്ന പരമാവധി PYQs മൊത്തം ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ PYQൽ തന്നെയാണ് ഞാൻ ക്രാക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട്.
പിന്നെ നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ആക്ടിവിറ്റി ഗ്രൂപ്പ്. ആക്ടിവിറ്റി ഗ്രൂപ്പിന്റെ ഒരു എഫക്ട് എങ്ങനെയായിരുന്നു എക്സാമിന്? ആക്ടിവിറ്റി ഗ്രൂപ്പിൽ നിന്ന് ഇപ്പം എല്ലാ ദിവസവും മെസ്സേജ് വരുമല്ലോ, മാം പറയല്ലോ ഇന്ന് ആക്ടിവിറ്റി ചെയ്യണം, ഇന്ന് പോള് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇടുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക, അങ്ങനെയെല്ലാം മാം പറയുമ്പോൾ നമുക്ക് അത് കേൾക്കുന്ന ടൈമിലോ അയ്യോ ഇന്ന് ഇതെല്ലാം ചെയ്യാനുണ്ട്, ഇന്ന് എൻ്റെ പഠിക്കേണ്ട ആ ഒരു ടൈം ടേബിൾ തീരൂല, അങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ ഞാൻ ആ ടൈം ടേബിൾ കാര്യം സെക്കൻഡറി ആയിട്ട് വെച്ചിട്ട് മാം പറഞ്ഞ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവാനാണ് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായത്. പക്ഷെ ആ കാര്യങ്ങൾ, ആ പോയിന്റാണ് എനിക്ക് എക്സാമിന് യൂസ്ഫുൾ ആയത്. നമ്മൾ പലരും വിചാരിക്കും ഇപ്പോൾ ആക്ടിവിറ്റി ഗ്രൂപ്പുകൾ നമ്മൾ സൈഡായിട്ട് വെക്കാം, നമ്മൾ പഠിക്കുന്നവരെ നമുക്ക് പഠിച്ച് തിയറി ആയിട്ട് പഠിക്കാം അങ്ങനെ വിചാരിക്കും. പക്ഷെ അതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എഫക്റ്റീവ് നിങ്ങൾ കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാം ആകുമ്പോൾ നമുക്കൊരു ഗൈഡ് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അതനുസരിച്ച് ആ ഒരു ആക്റ്റീവായി ഇതിനെ മൊത്തം എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു കോമ്പറ്റീറ്റീവ് ക്രാക്ക് ചെയ്യേണ്ടത് കൊണ്ട് അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനിയും നമ്മൾ ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ട്, ഡിസ്കഷൻ ടേബിൾ ഉണ്ട്, എക്സാമുകളുണ്ട്, ടെസ്റ്റുകളുണ്ട്, മോക്ക് ടെസ്റ്റും ഇപ്പോൾ മന്ത്ലി മെഗാമോക്ക് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാത്തിലും എനിക്ക് അഞ്ജലിൻ്റെ പേര് ഫസ്റ്റ് കാണണം, കാരണം എൻ്റെ സ്റ്റുഡൻ്റാണ്, എൻ്റെ മുന്നേ ഉള്ള സ്റ്റുഡൻ്റാണ്, ഇനി എനിക്ക് JRFൻ്റെ ലിസ്റ്റിൽ ഇടാനുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അഞ്ജലിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഹെൽപ്പും അഞ്ജലിക്ക് ഉണ്ടാവും. അപ്പോൾ ഐഫറിലെത്തി നെറ്റ് ക്വാളിഫൈഡ് ആയി, ഇനി നമ്മൾ JRFൻ്റെ ഒരു ജേർണിലേക്കാണ് കിടക്കുന്നത്. ഇതുവരെ നമുക്ക് നെറ്റ് ഉണ്ടായിരുന്നുള്ളൂ, നെറ്റിനേക്കാൾ ഡിഫിക്കൽട്ട് ലെവൽ കൂടുതലുള്ളൊരു കാര്യമാണ് JRF, അറിയാലോ. അപ്പോൾ ഇപ്പോൾ കൂടുതൽ ഈ അഞ്ജലിൻ്റെ കൂടെ എൻവയോൺമെൻറ്റൽ സയൻസ് പഠിച്ച കുട്ടികളാണെങ്കിലും ഇപ്പോൾ പേപ്പർ 1-നാണെങ്കിലും ഒക്കെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് അഞ്ജലി അവരോട് പറയാൻ പോകുന്നത് ഐഫറിനെ കുറിച്ച്? എങ്ങനെയാണ് അവർക്ക് റെക്കമെൻഡ് ചെയ്യുമോ? എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ്. അതായത് ആദ്യം ഒരു കുട്ടി ഇതിലേക്ക് എത്തുന്ന ടൈമിൽ അവരെ മൈൻഡ് സെറ്റ് ആയിരിക്കില്ല, എത്തിയിട്ട് ഈ ജേർണി കംപ്ലീറ്റ് ആക്കുമ്പോഴുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റായിരിക്കും. നമ്മളുള്ള കോൺഫിഡൻസ്, മോട്ടിവേഷൻ എല്ലാം നമ്മളുടെ ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് എന്താ പറയുക, നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക, നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും, നമ്മളെ കോൺഫിഡൻസ് ഇടാതിരിക്കുക, പിന്നെ നമ്മൾ ഒന്നിച്ച് തന്നെ ഇമോഷണലി ആയാലും ഹാപ്പിലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളൊരു ഗൈഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടീമും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നും, നമുക്ക് ജേർണി കുറച്ചും കൂടെ ഈസി ആക്കാൻ പറ്റും അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന ടൈമിൽ. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും പ്രിപ്പയർ ആവുക എന്നുള്ളതാണ്. ഹാർഡ് വർക്ക് ചെയ്യുക, അതിനിപ്പോൾ സ്മാർട്ട് വർക്കും ചെയ്യുക, പിന്നെ നമ്മൾ PYQs മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുക, എല്ലാ PYQ ഡെയിലി ടെസ്റ്റ് അതെല്ലാം ചെയ്യുക, പിന്നെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുക, അങ്ങനെ ഗൈഡൻസ് അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് പോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കൺസിസ്റ്റൻ്റ് ആയിരിക്കും എപ്പോഴും. ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാം ഞാൻ വിചാരിച്ച ബിയോണ്ട് പ്രോമിസ് എന്ന് തന്നെ പറയാം, അത്രയ്ക്ക് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. സത്യമായിട്ടും ഞാൻ ഇങ്ങനെയല്ല ചേരുന്ന ടൈമിൽ ഉണ്ടായത്. മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ പേഴ്സണാലിറ്റി വരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, കാരണം ചെയ്ത ചെറിയ കാര്യങ്ങൾ വരെ ഒരാളുടെ ജീവിതത്തിൽ ഇത്രയും മാറ്റം. അതെ, കാരണം ഞാൻ പൊതുവേ ഇന്ററാക്ട് ചെയ്തതിന് മുന്നേ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനിക്ക് മറ്റുള്ളവരും ഞാൻ ഇന്ററാക്ട് ചെയ്തെടുക്കുന്ന ഞാനൊരു ഡൗട്ട് ചോദിച്ചാൽ തന്നെ ഇത്ര ക്വാളിറ്റിയിൽ ക്ലിയർ ചെയ്തിട്ട് എനിക്ക് കിട്ടലില്ല. ഞാൻ പിന്നെ കേൾക്കുമ്പോൾ ഓക്കെ അങ്ങനെ പറഞ്ഞ് പോകുന്നതെന്നല്ലാണ്ട് എനിക്ക് കിട്ടിയ ഒരു ഉത്തരം എന്ന് വെച്ചാൽ ഞാൻ എക്സാക്ട്ലി വിചാരിച്ച ആൻസർ ആയിരിക്കില്ല. പക്ഷെ ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്താണ്, അതിനെങ്ങനെല്ലാം പ്രിപ്പയർ ചെയ്യണം, നമ്മളെ എന്താ പറയുക പേഴ്സണാലിറ്റി തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങളിപ്പോഴും ഒരേ ജേർണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിലും അഞ്ജലി ആണെങ്കിലും ഞങ്ങൾ ഒരേ സബ്ജക്റ്റിന് വേണ്ടി എൻവയോൺമെൻറ്റൽ സയൻസിൽ JRF ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ജൂണിലാണ് എക്സാം വരുന്നത്. അപ്പോൾ എൻ്റെ മുന്നിലുള്ള പേരുകളിൽ ഫസ്റ്റ് ലിസ്റ്റിൽ എപ്പോഴും അഞ്ജലി ഉണ്ടാവും, കാരണം ഞങ്ങൾ ഒരേ സബ്ജക്റ്റാണ്, എൻ്റെ മുന്നത്തെയുള്ള എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അഞ്ജലിക്ക് കിട്ടുക എന്നുള്ളത് ഇപ്പോൾ എൻ്റെയും കൂടെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ഒരുമിച്ച് മുന്നോട്ട് പോകണം. ആക്ടിവിറ്റി ഗ്രൂപ്പിലാണെങ്കിലും ഇപ്പോൾ നിങ്ങളിപ്പോൾ സീനിയേഴ്സാണ്, ഗ്രൂപ്പിലുള്ള പ്രോ ബാച്ചിൽ നിങ്ങൾ സ്റ്റുഡൻസ് സീനിയേഴ്സാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കുട്ടികൾക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആവണം. അഞ്ജലി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എന്താ പറയുക, നമുക്ക് ഐഫർ എഡ്യൂക്കേഷൻ വളരാനും അതുവഴി നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് നെറ്റിലേക്കും JRFിലേക്ക് എത്തണം എന്നൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം അല്ലേ? അതെ, എന്തായാലും JRF ക്രാക്ക് ചെയ്യണം. എനിക്ക് ഈ അറ്റംപ്റ്റിൽ തന്നെ നെക്സ്റ്റ് എക്സാമിൽ തന്നെ ക്രാക്ക് ചെയ്യണം എന്നാണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. മാക്സിമം നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക, എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യുന്ന രീതിയിൽ ഞങ്ങളൊരു വിളിപ്പുറത്ത് ഇപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.